ഏകദേശം 600 വർഷങ്ങൾക്ക് മുമ്പ് കൊറിയ റോക്കറ്റ് വണ്ടികൾ കണ്ടുപിടിച്ചുവെന്ന് പറയപ്പെടുന്നു. ഏകദേശം 500 യാർഡ് ദൂരത്തേക്ക് ഒരേ സമയം 200 റോക്കറ്റുകൾ വരെ നിക്ഷേപിക്കാൻ ശേഷിയുള്ള യന്ത്രങ്ങളായിരുന്നു ഇവ. കൂടാതെ ഈ റോക്കറ്റുകൾ ലക്ഷ്യസ്ഥാനത്ത് പതിക്കുമ്പോൾ പൊട്ടിത്തെറിക്കുകയും ചെയ്യുമായിരുന്നു. ഈ കഥയുടെ സത്യാവസ്ഥ പരിശോധിക്കുന്നതിനായി ഒരു യഥാർത്ഥ റോക്കറ്റ് വണ്ടി പുനഃസൃഷ്ടിക്കാൻ സംഘം തീരുമാനിച്ചു. ടോറി മുളയുടെ തണ്ടുകളും തൂവലുകളും ഉപയോഗിച്ച് 200 റോക്കറ്റുകൾ ഉണ്ടാക്കുന്നതിലൂടെയാണ് ആരംഭിച്ചത്. തുടർന്ന് പ്രൊപ്പൽഷൻ യൂണിറ്റുകൾ നിർമ്മിച്ചു. 6 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കരിമരുന്നായിരുന്നു ഇതിനുള്ള ഇന്ധനം. 4 ഔൺസ് ഭാരമുള്ള ഒരു റോക്കറ്റിനെ 500 യാർഡ് ദൂരത്തേക്കെത്തിക്കാൻ 6 ഇഞ്ച് നീളമുള്ള ഒരു പേപ്പർ ട്യൂബ് നിറയെ കരിമരുന്ന് ആവശ്യമുണ്ടെന്ന് അവർ കണക്കാക്കി. സുരക്ഷിതത്വത്തിനായി അവർ 2 വ്യത്യസ്ത പതിപ്പുകൾ നിർമ്മിച്ച് പരീക്ഷണങ്ങൾ നടത്തി. ആവശ്യത്തിന് കരിമരുന്നുണ്ടെങ്കിൽ റോക്കറ്റുകൾക്ക് 500 യാർഡ് ദൂരം എളുപ്പത്തിലെത്താൻ കഴിഞ്ഞു. അടുത്തതായി അവർ വാർഹെഡ് കൈകാര്യം ചെയ്തു. റോക്കറ്റുകൾ പതിക്കുമ്പോൾ പൊട്ടിത്തെറിക്കുന്നതിനായി പേപ്പർ ട്യൂബിന്റെ പിന്നിൽ ഒരു ചെറിയ സ്ഫോടക വസ്തു ചാർജ് അവർ ചേർത്തു. ഏറ്റവും വലിയ വെല്ലുവിളി 200 റോക്കറ്റുകളും ഒരേ സമയം വിക്ഷേപിക്കുക എന്നതായിരുന്നു. അവർ ഒരു തടി കൊണ്ടുള്ള വിക്ഷേപണ തട്ട് നിർമ്മിച്ചു, കരിമരുന്ന് നിറച്ച ട്യൂബുകൾ റോക്കറ്റുകളുമായി ബന്ധിപ്പിച്ചു, എന്നിട്ട് തുല്യ നീളമുള്ള തിരികൾ ഒരുമിച്ച് ബന്ധിപ്പിച്ച് ഒരു തുടർച്ചയായ ജ്വലന സംവിധാനം രൂപീകരിച്ചു. 500 യാർഡ് അകലെ ലക്ഷ്യമായി പതകൊണ്ടുള്ള ഡമ്മികളെ സ്ഥാപിച്ചു. എല്ലാം തയ്യാറായപ്പോൾ ഗ്രാൻ പ്രധാന തിരിക്ക് തീ കൊടുത്തു. വണ്ടിയിൽ നിന്ന് നാടകീയമായി ഒരു വെളുത്ത പുക വന്നതിനുശേഷം റോക്കറ്റുകൾ ഒന്നിനു പുറകെയായി ലക്ഷ്യസ്ഥാനത്തേക്ക് പാഞ്ഞു. അത് ശരിക്കും അതിമനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. എന്നാൽ പിന്നീടവർ പതകൊണ്ടുള്ള ഡമ്മികളെ പരിശോധിച്ചപ്പോൾ മിക്കവിനും കാര്യമായ കേടുപാടുകൾ സംഭവിച്ചിരുന്നില്ല. റോക്കറ്റുകൾ ലക്ഷ്യസ്ഥാനത്തിന് പിന്നിലായിട്ടാണ് പതിച്ചത്. കരിമരുന്നിന്റെ അളവിൽ തങ്ങൾക്ക് പിഴവ് പറ്റിയെന്ന് ടീം നിഗമനിച്ചു. എങ്കിലും അത് പരീക്ഷണത്തിന്റെ പ്രധാന ആശയത്തെ ദുർബലപ്പെടുത്തിയില്ല.